ഒരു നാടിൻ്റെയും രാജ്യത്തിൻ്റെയും പുരോഗതിയുടെ നട്ടെല്ലാണ് ആ നാട്ടിലെ നല്ല റോഡുകൾ. റോഡുകൾ വികസിക്കുമ്പോൾ വികസനം ട്രക്ക് കയറി വരും എന്നൊരു ചൊല്ലുണ്ട്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദിശയിൽ കേരളത്തെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് കന്യാകുമാരി പനവേൽ ദേശീയപാതയായ NH 66. അനുദിനം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ NH 66 കൊണ്ട് മാത്രം പൂർത്തീകരിക്കാൻ കഴിയുന്നതല്ല കേരളത്തിൻ്റെ ഗതാഗത ആവശ്യങ്ങൾ. ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന ജനസാന്ദ്രതയും ഉയർന്ന വാഹന സാന്ദ്രതയുമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൻ്റെ വാഹന സാന്ദ്രതയെ താങ്ങാൻ നിലവിലെ ദേശീയപാതയ്ക്ക് പോലും സാധിക്കില്ല. ദേശീയപാത 66 സമാന്തരങ്ങളായി ദേശീയപാത കടന്നുവരാത്ത മലയോര മേഖലകളിലൂടെയും തീരദേശ മേഖലകളിലൂടെയും പുതിയ റോഡുകൾ നിർമ്മിച്ച് കേരളത്തിലെ ഗതാഗത മേഖലയെ ശാക്തീകരിക്കേണ്ടത് നാടിൻ്റെ ആവശ്യമാണ്. അത് ഭാവിയുടെ ആവശ്യമാണ്. ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകളുള്ള കേരളത്തിൽ പ്രായോഗികമായി അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് പൂർണ്ണമായും ഇതുവരെ സാധിച്ചിട്ടില്ല. അറബിക്കടലിന് സമാന്തരമായി കേരളത്തിൻ്റെ തീരദേശ മേഖലകളെയും തീരദേശ പട്ടണങ്ങളെയും ബേപ്പൂർ, പൊന്നാനി, കൊച്ചി തുറമുഖങ്ങളെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഉയർന്ന സൗകര്യത്തോടെ 625 കിലോമീറ്റർ നീളത്തിൽ സംസ്ഥാനത്ത് വിഭാവനം ചെയ്യുന്ന ഒരു പാതയാണ് തീരദേശ ഹൈവേ. കേരളത്തിലെ ഗതാഗത മേഖലക്കും ടൂറിസം മേഖലക്കും തീരദേശ മേഖലക്കും അവിടുത്തെ വികസനത്തിനും വ്യാപാര വാണിജ്യ സാമൂഹിക പുരോഗതിക്കും വലിയ മുതൽക്കൂട്ടാകുന്ന ഒരു പദ്ധതിയാണ് തീരദേശ ഹൈവേ. നല്ല റോഡുകൾ ദൂരത്തിനെയും സമയത്തിനെയും കുറയ്ക്കും. നിലവിൽ 14 മീറ്റർ വീതിയിലാണ് തീരദേശ ഹൈവേ വിഭാവനം ചെയ്യുന്നത്. ഏകദേശം 6500 കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് കണക്കാക്കുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് നിർമ്മാണ ചുമതല. 7 മീറ്ററിൽ വാഹനപാത അടക്കം ഡ്രെയിനേജ്, സൈക്കിൾ ട്രാക്ക്, നടപ്പാത, ബസ് ബേ തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് റോഡ് വിഭാവനം ചെയ്യുന്നത്. തീരദേശ പാതയുടെ ഭാഗമായി പല ജില്ലകളിലും പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 625 കിലോമീറ്റർ നീളമുള്ള ഈ പാതയിൽ വൈപ്പിൻ മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള 2.5 കിലോമീറ്റർ പ്രദേശത്ത് വെള്ളത്തിനടിയിലൂടെ അണ്ടർ വാട്ടർ ടണൽ നിർമ്മിച്ച് റോഡ് നിർമ്മിക്കാനുള്ള പദ്ധതി ഉണ്ട്. അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഗതാഗത ടൂറിസം മേഖലയിലെ ഒരു പുതിയ അധ്യായമായി മാറും. പല കാരണങ്ങൾ കൊണ്ട് പദ്ധതി കാലതാമസം നേരിടുന്നുണ്ടെങ്കിലും പദ്ധതി ഒരിക്കൽ പൂർണ്ണതയിൽ എത്തുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കേരളം പോലെ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനത്ത്, അതും ജനങ്ങൾ കൂടുതൽ തിങ്ങിത്താമസിക്കുന്ന തീരദേശ മേഖലയിലൂടെ ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ ധാരാളം പ്രയാസങ്ങൾ തീർച്ചയായും നേരിടേണ്ടി വരും. സ്ഥലമേറ്റെടുപ്പും പരിസ്ഥിതി പ്രശ്നങ്ങളും നിർമ്മാണ വസ്തുക്കളുടെ ക്ഷാമവും മറ്റ് തടസ്സങ്ങളും അതിജീവിച്ച് മാത്രമേ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ തീര പരിപാലന നിയമം അനുസരിച്ച് മാത്രമേ നിർമ്മാണ പദ്ധതികളും നിർമ്മാണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കാനായി സാധിക്കുകയുള്ളൂ. പദ്ധതി നടപ്പാക്കാൻ തീർച്ചയായും കാലതാമസം വരും. എന്നാലും ഒരിക്കൽ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. നമ്മുടെ നാടിനും സംസ്ഥാനത്തിനും അത് വലിയ മുതൽക്കൂട്ടായി മാറുന്നതാണ്. തീരദേശ ഹൈവേയുടെ ഭാഗമായി പൊന്നാനിയെയും പടിഞ്ഞാറക്കര ബീച്ചിനെയും ബന്ധിപ്പിച്ച് പ്ലാൻ ചെയ്യുന്ന ഹൗറ മോഡൽ പാലം യാഥാർത്ഥ്യമാകുമ്പോൾ തീരദേശ ഹൈവേയുടെ പ്രാധാന്യം അനന്തമായി വർദ്ധിക്കും. ഈ പാലം യാഥാർത്ഥ്യമാകുമ്പോൾ അത് കേരളത്തിലെ ഒരു മികച്ച ടൂറിസം സ്പോട്ടായി മാറും. കൂടാതെ ചാലിയത്തിനെയും ബേപ്പൂരിനെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് കരുവന്തുരുത്തി ബേപ്പൂർ പാലം യാഥാർത്ഥ്യമാകുന്നത് കൊച്ചി കോഴിക്കോട് ദൂരത്തിൽ 40 കിലോമീറ്ററിലധികം കുറവ് വരുന്നതിന് കാരണമായി മാറും. പദ്ധതിയുടെ ഭാഗമായി ഈ 2 പാലങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് മലപ്പുറം ജില്ലയുടെ ഗതാഗത മേഖലയിലും കേരളത്തിൻ്റെ ഗതാഗത മേഖലയിലും വലിയൊരു മാറ്റത്തിന് കാരണമായി തീരും.